വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഷേഖ് ഹസീന കുറെ കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഷേഖ് ഹസീനയുടെ സ്റ്റോറി നമ്മൾ പറയേണ്ട, അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാപ്പാടമാണെന്നാണ് എന്റെ വിശ്വാസം. ഷേഖ് ഹസീന എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയതും അവിടെ എങ്ങനെയാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടതെന്നും അതിനുശേഷം യൂനസ് എങ്ങനെയാണ് വന്നതെന്നും അതിനുശേഷം യൂനസിനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോ താരിഖ് റഹ്മാൻ എങ്ങനെയാണ് അധികാരത്തിലേറിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയാം. ബംഗ്ലാദേശിന്റെ മുക്കും മൂലയും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീന ഒരു സ്വകാര്യ ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ഈ അഭിമുഖത്തിൽ ഷേഖ് ഹസീന എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഷേഖ് ഹസീനയോട് അവർ ചോദിച്ചത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഉടനടി ബംഗ്ലാദേശിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. ഷേഖ് ഹസീന അതിന് മറുപടി കൊടുത്തത്, എന്റെ തിരിച്ചുവരവ് വ്യക്തിപരമായിട്ടുള്ള അഭിലാഷത്തിന്റെ പ്രശ്നമല്ല, അത് വളരെ വലിയൊരു ചോദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, നിയമവാഴ്ച സ്ഥാപിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. അധികാരത്തിന് വേണ്ടിയല്ല ഞാൻ രാഷ്ട്രീയം ചെയ്യുന്നത്, ബംഗ്ലാദേശിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. ഒരു സോണാർ ബംഗ്ല നിർമ്മിക്കുക എന്ന ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അത് പൂർത്തീകരിക്കാൻ ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും ഗൂഢാലോചനകളെയും മറികടന്ന് ഈ വർഷം ഞാൻ എന്റെ രാജ്യത്തേക്ക് മടങ്ങുമെന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഷേഖ് ഹസീന പറയുന്നത്. എങ്ങനെ ഇവർ മടങ്ങും? എന്റെ വലിയ ഒരു ഡൗട്ടാണ്. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നു, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറയുകയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത്. ഷേഖ് ഹസീനയെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാ വകുപ്പുകളും അവന്മാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവാമി ലീഗിനെ അവന്മാർ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അവാമി ലീഗിന്റെ പ്രവർത്തകരെ ഓടിച്ചിട്ട് അടിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഷേഖ് ഹസീന അവിടെ കാലുകുത്തുന്ന ആ നിമിഷം കൊല്ലപ്പെടും എന്ന് ഉറപ്പുള്ള ആ ഒരു സാഹചര്യത്തിൽ ഷേഖ് ഹസീനയ്ക്ക് ഈ വർഷം അവസാനം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും എന്ന് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ള ഒരു സാഹചര്യം അത് എവിടെ നിന്നും കിട്ടി? അതിന്റെ പിന്നിൽ ആരാണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 ഷേഖ് ഹസീന വരുമ്പോൾ ഒരു സാഹചര്യമല്ല ഇപ്പൊ ബംഗ്ലാദേശിലുള്ളത്. അത് ഒരു യാഥാർത്ഥ്യമാണത്. അത് യൂനസിന്റെ കാലത്ത് ഇവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കൊന്നുകളയുമായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് അവരൊരു ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യ വളരെ അന്തസ്സോടുകൂടി തന്നെ അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. കാരണം വളരെ വലിയ പ്രഷറുകളാണ് പല ഭാഗത്തുനിന്നും ലോകത്തിന്റെ വന്നിരുന്നത്. ഷേഖ് ഹസീന വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. ഏറെ പറഞ്ഞു, ഇന്ത്യയിൽ തന്നെയുള്ള സുഡാപ്പികൾ പറഞ്ഞു എന്തിനാണ് അവരെ വെക്കുന്നത്, കൊടുക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും നമ്മൾ കൊടുത്തില്ല. നമ്മുടെ ചിറകിനിടയിൽ അവരെ സുരക്ഷിതമായി വെക്കുകയും അവർക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അവർ അനവധി വട്ടം സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ റാലികളിൽ അവർ പങ്കെടുത്തു. UK റാലിയിൽ അവർ പങ്കെടുത്തു. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവാമി ലീഗിന്റെ ബംഗ്ലാദേശിലുള്ള റാലികളിൽ അവർ പങ്കെടുത്തു. അന്നൊക്കെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മടങ്ങി വരും. കാരണം അവർക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അച്ഛനപ്പന്മാരുടെ കാലം തൊട്ടേ ഉള്ള ആ ഒരു രാഷ്ട്രീയ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുള്ള, അവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ത്രീ കൂടിയാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഒരു ജനാധിപത്യം തിരിച്ചു വന്നാൽ ഞാൻ തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് യൂനസ് വന്നത് തെരഞ്ഞെടുപ്പിലൂടെയല്ല, അവിടെ ഒരു അട്ടിമറിയിലൂടെ വന്ന ആളാണ്. അത് മാറിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ പാർട്ടി, ഈ താരിഖ് റഹ്മാന്റെ പാർട്ടി വലിയ രീതിയിൽ തന്നെ മേൽക്കൈ നേടുന്നു. അങ്ങനെ അദ്ദേഹം മറ്റു ചില പാർട്ടികളെ കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ താരിഖ് റഹ്മാൻ വന്നതിന് ശേഷം ഈ ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ അവരുടെ ഡയലോഗ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുറച്ച് മയപ്പെട്ടിട്ടുണ്ട്. യൂനസിന്റെ സമയത്ത് അവര് വളരെ ആക്രോശിച്ചുകൊണ്ടും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന നയമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് നിയമപരമായി അവരെ കൈമാറുന്നതിനുള്ള ചർച്ചകൾ നിങ്ങൾ നടത്തും എന്നാ പറയുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് കാര്യം തന്നെയാണത്. കാരണം അവരുടെ രാജ്യത്തുനിന്ന് പോയ ഒരു വ്യക്തി, ആ വ്യക്തിയെ നിയമപരമായി തിരിച്ചു കൊണ്ടുവരാനുള്ള നടക്കും. മറ്റേത് അങ്ങനെയല്ല, തന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നിടത്തു നിന്ന് വാക്കുകളിൽ വ്യത്യാസം വരുന്നു. അത് ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സാധനം മാത്രമാണ്. മറ്റേത് ജനാധിപത്യ പ്രക്രിയകളൊന്നല്ല, കുറെ പ്രാന്തന്മാർ കയറിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അമ്മമാർക്ക് ഇടയ്ക്കിടയ്ക്ക് വട്ടുമുക്കുമ്പോൾ ഇങ്ങനെ പറയും. പക്ഷെ ഇതങ്ങനെയല്ല, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന കക്ഷി. അപ്പോ ഇപ്പോൾ ഏതായാലും മലേഷ്യയിലേക്ക് പോകുന്നു. ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ താരിഖ് റഹ്മാൻ അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് പോയ വിദേശ രാജ്യം ഒന്ന് മലേഷ്യ, ഒന്ന് ചൈനയാണ്. ഇന്ത്യയെ പാടെ അവോയ്ഡ് ചെയ്തു. പക്ഷേ അതിനകത്തെ അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് അങ്ങനെയല്ല. മലേഷ്യ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വലിയ വലംകൈയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. മലേഷ്യ പോയിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അത് ശരിയായിരിക്കണം ആ വാർത്ത. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ധനുഷ് തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, S ജയശങ്കർ മലേഷ്യയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ വിദേശകാര്യമന്ത്രി പോകുന്നുണ്ട്, മലേഷ്യയിലും പോകുന്നുണ്ട്. അത് ആസിയാൻ രാജ്യങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ പോലും ഈ മലേഷ്യ അദ്ദേഹം തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരുപക്ഷെ ഇതായിരിക്കാം, ബംഗ്ലാദേശും മലേഷ്യയുമായി നടത്തിയ ഡിസ്കഷൻ, അതിന്റെ ബാക്കി ഭാഗങ്ങളായിരിക്കാം അവിടെ നടക്കുന്നത്. അതിന്റെ കൂടെ ഒരു പിക്ചറിന്റെ ഭാഗമാണോ ഇപ്പോൾ ഷേഖ് ഹസീനയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷേഖ് ഹസീന പോകുമ്പോൾ ഇനി അവർക്ക് പഴയതുപോലെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം അവരിപ്പോൾ ലോകത്തിന്റെ മുഴുവൻ റഡാറിലുണ്ട്. ഇന്ത്യയുടെ ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്, ലോകരാജ്യങ്ങളുടെ മുഴുവൻ റഡാറിലുണ്ട്. അപ്പൊ എല്ലാവരുടെയും റഡാറുള്ള ഒരു വ്യക്തി അവിടെ വിടുമ്പോൾ അവരുടെ സുരക്ഷിതത്വം നോക്കേണ്ട കടമ ആർക്കാണുള്ളത്? ആ രാജ്യത്തിന്റെ സർക്കാരിനാണുള്ളത്.
ഇനി ധനുഷ് പറയുന്നത് പോലെ അവരെ തൂക്കിക്കൊല്ലാൻ കഴിയും, അതിന് വിചാരണ ഉണ്ടാകണം. ജുഡീഷ്യറി എന്ന് പറയുന്നത് അതാണല്ലോ, അവിടെ അതുണ്ടാകുന്നത്. ഈ വിചാരണ എന്ന് പറഞ്ഞ 1-2 കേസല്ല ചുമത്തിയിരിക്കുന്നത്, ഏതാണ്ട് 186 കൊലപാതക കേസ്, പിന്നെ മറ്റെന്തോ കേസ്. ഇതിന്റെ എല്ലാം വിചാരണ തീർന്നു വരുമ്പോഴേക്കും ഈ കൊലപാതക കേസ് എന്താണെന്നറിയാവോ? ഷേഖ് ഹസീന കൊന്നതല്ല, അന്ന് കൊല്ലപ്പെട്ടതിനകത്ത് ആ കേസിനകത്ത് വെച്ചിട്ടുണ്ട്. ഏതാ, പിന്നെ കലാപ സമയത്ത് പട്ടാളം ആയിട്ട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ കലാപകാരികൾ, അതും ഇതിനകത്തുണ്ട്. അപ്പം ഇതിന്റെ വിചാരണ ആരംഭിക്കണം. ഇനി ഇതുവരെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ വിചാരണ ആരംഭിക്കൂ. എനിക്ക് തോന്നുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ അധികം വൈകാതെ നമ്മുടെ ഇസ്കോണിന്റെ ഒരു സ്വാമിയുണ്ട്, അദ്ദേഹത്തെയും ഒരുപക്ഷെ അവിടുന്ന് റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഈ രണ്ടു കൂട്ടരെ സംബന്ധിച്ചാണെങ്കിലും രണ്ടു കൂട്ടരും ലോകത്തിന്റെ റഡാറുള്ള ഒരു വ്യക്തികളാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഒരുപക്ഷെ ഷേഖ് ഹസീന വധിക്കപ്പെടുമായിരുന്നു ഇന്ത്യ അവരെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ കുറച്ചധികം മാറിയിട്ടുണ്ട്. അവിടെ ഒരു ജനാധിപത്യം തിരികെ വന്നിട്ടുണ്ട്. അവരെ മറ്റു രാജ്യങ്ങൾ യുഎൻഎസിന് മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ലല്ലോ. യുഎൻഎസ് 2-3 വട്ടമൊക്കെ ചൈനയെ പോയിട്ട് അവിടെ പട്ടി വില പോലും കിട്ടിയില്ല. കരാറൊന്നും ഒപ്പിടാനുള്ള യുഎൻഎസിന് അധികാരമില്ല. കാരണം ഈ എന്താണ് ഇടക്കാല സർക്കാർ, അട്ടിമറിയിലൂടെ വന്ന ഇടക്കാല സർക്കാരിനെ ആരും അംഗീകരിക്കാറില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന കാര്യം. ഏതായാലും ഷേഖ് ഹസീനയുടെ ആ ഒരു തീരുമാനം രണ്ടു കൂട്ടർക്കും ആശ്വാസമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ വിട്ടുകൊടുത്തു എന്നൊരു ചീത്തപ്പേര് നമുക്കില്ല, അവരവരുടെ സ്വയം ഇഷ്ടപ്രകാരം പോകുന്നു. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇനി ഇന്ത്യയുമായിട്ട് ഇതിന്റെ പേരിൽ ഒരു ക്ലാഷിന്റെ ആവശ്യമില്ല. ഇതിനേക്കാൾ ഉപരി താരിഖ് റഹ്മാൻ ആശ്വാസമാകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മതമൗലികവാദികളും ഷേഖ് ഹസീനയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കായിരുന്നു. അവസാനം അവർ പറയുന്നത് എന്താണ്? ഷേഖ് ഹസീന തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ താരിഖ് റഹ്മാന്റെ ഗ്രാഫ് ഉയരും, പിന്നെ ഇവരെ കൊല്ലാൻ കഴിയുകയുമില്ല. ഇതാണ് ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ. പിന്നെ അവരുടെ അവാമി ലീഗ് പാർട്ടി അവിടെ ക്ലച്ച് പിടിച്ച് വരുന്നുണ്ട്. അവരിപ്പോൾ റാലികള് സമ്മേളനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ താരിഖ് റഹ്മാൻ കയറിയതിനു ശേഷം ഇപ്പം ഈ പഴയ കണക്കാർക്കും വർക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം മാറി എന്ന് പറയുന്നതൊക്കെയാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഒന്ന് മാറിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സമയത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടത്, വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വന്നപ്പോഴേക്കും CPM അവരുടെ പാർട്ടി ഓഫീസ് തുറന്നു. തിരുവനന്തപുരത്ത് VV രാജ്, BJPയുടെ മേയർ VV രാജ് വന്നതിന് ശേഷമാണ് തിരുവനന്തപുരം ഈ കോർപ്പറേഷൻ ഓഫീസിൽ INTUCക്ക് കൊടിയിടാൻ പറ്റിയത്, കോൺഗ്രസ്സുകാർക്ക് പ്രകടനം നടത്താൻ പറ്റിയത്. ഇത് അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസിന്റെ നേതാക്കള് മേയറെ കണ്ടു പറഞ്ഞതാണ്. ലഡ്ഡു വിതരണമൊക്കെ ചെയ്ത് അവർ അധികാരത്തിൽ കയറിയപ്പോൾ അവർ പറയാണ് ജീവിതത്തിൽ ആദ്യമാണ് അവിടെ സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇതും കൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയണം. ഈ രണ്ടിടം നോക്കിക്ക്, ഒരിടത്ത് കമ്മ്യൂണിസ്റ്റുകളെ പ്രവർത്തിക്കാൻ BJP അനുവദിക്കുന്നു, അവർ അധികാരത്തിൽ വന്നപ്പോൾ അടിച്ച് മൂലക്കിട്ടിരുന്നവന്മാരാ. തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാനുള്ള ഇത് ചെയ്യുന്നു. അതിന്റെ നന്ദി സൂചകമായിട്ടായിരിക്കും അവർ പക്ഷേ ശബരിനാഥ് ആ വിശ്വാസം കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഒരു 2 വർഷമായിട്ട് തുടരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ഹൈ ടെൻഷനിൽ നിന്ന് അതൊരു അല്പം ടെൻഷൻ കുറേ ലോയിലേക്ക് വരുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനിയും അനവധി വിഷയങ്ങൾ നമുക്കുണ്ട്. ടീസ്റ്റ നദീതല വിഷയങ്ങളുണ്ട്, പിന്നെ അതിർത്തിയിലെ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അവരുമായിട്ട് ഇനിയും കിടക്കുന്നു. ഏതായാലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വിഷയം ഇതോടുകൂടി പരിഹൃതമാകും. ഇല്ലെങ്കിൽ അത് ഇപ്പൊ ഹൈ ടെൻഷനിൽ നിന്ന്, ആ ഹൈ വോൾട്ടേജിൽ നിന്ന് അതൊരു ലോ വോൾട്ടേജിലേക്കുള്ള ഒരു പ്രയാണം ഇതോടുകൂടി ആരംഭിക്കും എന്ന് രണ്ട് രാജ്യങ്ങൾക്കും സന്തോഷകരമായ വാർത്ത. കാരണം നാണക്കേടിന്റെയോ ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിന്റെ ഇതിൽ ഇന്ത്യ വിട്ടുകൊടുത്തുന്നില്ല. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഷേഖ് ഹസീന, അവരുടെ പുതിയ സ്റ്റേറ്റ്മെന്റും അല്ല. അവർ ആദ്യം തന്നെ പത്രക്കാർ അവിടുത്തെ ഇവിടെ വന്നതിന് ശേഷം ചോദിച്ചു മതി എന്ന് മടങ്ങുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ ഞാൻ തിരിച്ചു പോകും. കറക്റ്റാണ്, നമുക്ക് ജനാധിപത്യം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ഉചിതമായ കാര്യം തന്നെയാണ്.